ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ക്യൂർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി പുറത്തു പോകുമ്പോൾ സ്വാഭാവികമായും ചില സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് കുറച്ച് ഗെയ്സ് മെയിൽ ഗെയ്സ് എന്നാണ് അതിനെ പറയാം. GAZE ഗെയ്സ്. വാക്ക് സ്പെല്ലിംഗ് നിങ്ങൾ സൂക്ഷിക്കണം. ഗേ അല്ല ഗെയ്സ്. നമ്മൾ നോട്ടം, ഈ പറഞ്ഞ പോലെ വോയറിസ്റ്റിക് ആയിട്ടുള്ള നോട്ടങ്ങളൊക്കെ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമല്ലോ. അവർക്ക് പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സൊസൈറ്റിയിൽ സേഫ് അല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സേഫ് ആണോ? സേഫ് കംപ്ലീറ്റ്ലി സേഫ് ആണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം സ്ത്രീകളാകുന്നത് തന്നെ ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ സൊസൈറ്റിയിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന, അകറ്റുന്ന, അധിക്ഷേപിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പെട്രിയാർക്കിയൽ അല്ലെങ്കിൽ ഹെജിബോണിക് ഗ്രൂപ്പ് ഓഫ് ഒരു പവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പവർ എക്സിസ്റ്റ് ചെയ്യുന്നത് അത് ഭയങ്കര സർക്കുലേറ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പം എനിക്കൊരു അധികാരമുണ്ടെങ്കിൽ ഞാൻ ആ അധികാരം താങ്കളെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് വെച്ചാൽ അപ്പോൾ അത് ഒരിക്കലും പൊളൈറ്റ് ആയിട്ടുള്ളൊരു വേ അല്ല. അപ്പം പക്ഷെ ആ പൊളൈറ്റ് അല്ലാത്തൊരു വേയിലൂടെയാണ് എല്ലാവരും പവറിനെയും ഈ പറഞ്ഞ പോലെ ഹെജിമോണിക് ആയിട്ടുള്ള മാസ്കുലിനിറ്റീനെയൊക്കെ കാണുന്നത്. അങ്ങനെയാണ് അതിനെ എൻകറേജ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ സ്ത്രീകൾ പോലും ഭയങ്കര ഒരു സ്പേസ് കിട്ടാതെ ഇരിക്കുകയാണ്. സ്ത്രീകൾ തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള സപ്രഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സഫർ ചെയ്യുന്നത്.